എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ നോർവിച്ച് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകത്തിലേക്കാണ്, നോർവിച്ച് കത്തീഡ്രൽ. ഇത് ഒരു സാധാരണ പള്ളിയല്ല, ഏകദേശം 900 വർഷം പഴക്കമുള്ള ഒരു മഹത്തായ കെട്ടിടമാണ്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇത് എപ്പോഴാണ് പണിതത്, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രശസ്തം, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണാം, ഇത്രയും വർഷങ്ങൾ ഇതെങ്ങനെ നിലനിന്നു എന്നൊക്കെയാണ്. നോർവിച്ച് കത്തീഡ്രൽ നിർമ്മാണം ആരംഭിച്ചത് 1096 അന്ന് ഇംഗ്ലണ്ട് മുഴുവനും റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലായിരുന്നു. 1066 വില്യം ദ കോൺക്വറർ ഇംഗ്ലണ്ട് കീഴടക്കിയതിനു ശേഷം നോർമൻ ശൈലിയിൽ വലിയ കെട്ടിടങ്ങൾ പണിയാൻ തുടങ്ങി. ഈ കത്തീഡ്രൽ സ്ഥാപിച്ചത് ബിഷപ്പ് ഹെർബർട്ട് ഡി ലോസിംഗയാണ്. ആരംഭത്തിൽ ഇതൊരു ബെനഡിക്റ്റൻ മഠമായിരുന്നു. അവിടെ സന്യാസിമാർ താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതായത് നോർവിച്ച് കത്തീഡ്രൽ ആദ്യം ഒരു റോമൻ കത്തോലിക്ക പള്ളിയായിരുന്നു. ഈ കത്തീഡ്രൽ നിർമ്മിക്കാൻ തുടക്കം കുറിച്ചത് ബിഷപ്പ് ഹെർബർട്ട് ഡി ലോസിംഗയാണ്. ഇത് റോമൻ ശൈലിയിൽ പണിതതാണ്. ഈ ശൈലിയുടെ പ്രത്യേകതകൾ വളഞ്ഞ വാതിലുകൾ, കട്ടിയുള്ള മതിലുകൾ, ഭീമൻ തൂണുകൾ, ശക്തവും ഉറച്ചതുമായ രൂപകൽപ്പന എന്നിവയാണ്. ഈ കത്തീഡ്രൽ നിർമ്മിക്കാൻ 50 വർഷമെടുത്തു. 900 വർഷം മുമ്പ് യന്ത്രങ്ങളില്ലാതെ ഇത്ര വലിയ കെട്ടിടം പണിതത് അതിശയകരമാണ്. നോർവിച്ച് കത്തീഡ്രലിൻ്റെ ഗോപുരം കാണുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം മനസ്സിലാകും. 315 അടി ഉയരമുള്ള ഈ ഗോപുരം ഇംഗ്ലണ്ടിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കത്തീഡ്രൽ ഗോപുരമാണ്. ആദ്യം ഇത് മരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. പിന്നീട് മിന്നലേറ്റ് അത് തകർന്നു. അതിനുശേഷം കല്ലുകൊണ്ട് പുനർനിർമ്മിച്ചു. അതിനാലാണ് ഇന്നും ഇത് ഉറച്ചു നിൽക്കുന്നത്. കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അതിൻ്റെ ഉയരമാണ്. 14ാം നൂറ്റാണ്ടിലെ മരക്കൂര ഇപ്പോഴും നിലനിൽക്കുന്നു. സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകളിലൂടെ കടന്നുവരുന്ന പ്രകാശം അകത്ത് ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വലിയ പൈപ്പ് ഓർഗന്റെ ശബ്ദം ഇവിടെ മുഴങ്ങുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ്. പഴയ ഗ്ലാസുകൾ പലതും യുദ്ധകാലത്ത് നശിച്ചു, പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധ സമയത്ത്. പിന്നീട് പുതിയ ഗ്ലാസുകൾ സ്ഥാപിച്ചു. ഇവയിൽ ചിലത് സൈനികരെ പ്രതിനിധീകരിക്കുന്നു, യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണയ്ക്കായി. ചില വിൻഡോകളിൽ സൈനികർ വിശുദ്ധരായി രൂപപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ കത്തീഡ്രൽ ആദ്യം റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമായിരുന്നു. പക്ഷേ 16ാം നൂറ്റാണ്ടിൽ റീഫോർമേഷൻ സംഭവിച്ചു. ഹെൻറി 8 രാജാവ് പോപ്പിൽ നിന്നും വേർപെട്ടു. അതോടെ ഇംഗ്ലണ്ടിലെ പള്ളികളെല്ലാം കത്തോലിക്കയിൽ നിന്നും വേർപെട്ടു. നോർവിച്ച് കത്തീഡ്രലും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് മാറി. മഠങ്ങളടച്ചു. കത്തോലിക്ക സഭയുടെ അധികാരം അവസാനിച്ചു. റീഫോർമേഷൻ കാലത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പഴയ കത്തോലിക്ക ചിത്രങ്ങൾ, വിശുദ്ധരുടെ രൂപങ്ങൾ, മതിലുകളിൽ ഉണ്ടായിരുന്ന പെയിന്റിങ്ങുകൾ പലതും മായ്ച്ചു. ചില ശില്പങ്ങൾ തകർത്തു, അലങ്കാരങ്ങൾ നീക്കം ചെയ്തു. കാരണം അന്നത്തെ വിശ്വാസപ്രകാരം ചിത്രങ്ങൾ ആരാധനയ്ക്കിടയാക്കും എന്ന് കരുതിയിരുന്നു. ഇന്നുപോലും ചില മതിലുകളിൽ നിങ്ങൾക്ക് മങ്ങിയ പാടുകൾ കാണാം. അവ പഴയ ചിത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ തന്നെയാണ്. ഇത് പഴയ അൾത്താരയാണ്. മധ്യകാലഘട്ടത്തിൽ ഇത് അത്യന്തം അലങ്കരിച്ചിരുന്നതാണ്. സ്വർണ്ണ അലങ്കാരങ്ങൾ, വിശുദ്ധരുടെ പ്രതിമകൾ, റിലിക്സുകൾ എന്നിവ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങൾ. റീഫോർമേഷൻ കാലത്ത് പല അലങ്കാരങ്ങളും നീക്കം ചെയ്തു, ചിലത് നശിപ്പിച്ചു. ഇപ്പോൾ കാണുന്നത് വളരെ ലളിതമായ രൂപത്തിലാണ്. നോർവിച്ച് കത്തീഡ്രൽ 100 കണക്കിന് വർഷങ്ങളായി പല സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. മധ്യകാല കലാപങ്ങൾ, റീഫോർമേഷൻ, 2ാം ലോക മഹായുദ്ധം, ബോംബാക്രമണം എന്നിവ. 1942 ജർമ്മൻ ബോംബാക്രമണത്തിൽ കത്തീഡ്രലിന് സമീപമുള്ള ഭാഗങ്ങൾ നശിച്ചു. എന്നാലും പ്രധാന ഘടന രക്ഷപ്പെട്ടു. അത് ഇന്ന് നിലനിൽക്കുന്നത് അത്ഭുതകരമാണ്. മധ്യകാലത്ത് കത്തീഡ്രലുകളിൽ വിശുദ്ധരുടെ അസ്ഥികൾ, പവിത്ര വസ്തുക്കൾ എന്നിവ സൂക്ഷിച്ചിരുന്നു. റീഫോർമേഷൻ സമയത്ത് പല റിലീക്സുകളും നീക്കം ചെയ്തു. ചിലത് മോഷണം പോയി, ചിലത് ഒളിപ്പിച്ചു. ഇന്ന് അവയിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഇംഗ്ലണ്ടിലെ പല കത്തീഡ്രലുകൾക്കും സംഭവിച്ച കഥയാണ്.
ഇപ്പോൾ നാം കാണുന്നത് നോർവിച്ച് കത്തീഡ്രലിലെ ക്ലോയിസ്റ്ററാണ്. ഇതാണ് ഇംഗ്ലണ്ടിലുള്ള ഏറ്റവും വലിയ ക്ലോയിസ്റ്റർ. ക്ലോയിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ചതുരാകൃതിയിലുള്ള തുറന്ന മൈതാനത്തെ ചുറ്റിയുള്ള നടപ്പുരയാണ്. ഇത് സാധാരണയായി മഠങ്ങളിലോ കത്തീഡ്രലുകളിലോ കാണാം. മധ്യത്തിൽ ഒരു ചെറിയ തോട്ടം അല്ലെങ്കിൽ തുറന്ന ഇടമുണ്ടായിരിക്കും. ചുറ്റും കവേർഡ് വാക്ക്വേ, അതാണ് ക്ലോയിസ്റ്റർ. നോർവിച്ച് കത്തീഡ്രലിലുള്ള ക്ലോയിസ്റ്റർ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയതും ഏറ്റവും സമ്പൂർണ്ണമായതുമാണ്. ഇത് 1297 മുതൽ 1430 വരെ പണിതതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 130 വർഷമെടുത്തു. ഇത് ബെനഡിക്റ്റൻ മോങ്ക്സ് താമസിച്ചിരുന്ന മോണസ്ട്രിയുടെ ഭാഗമായിരുന്നു. ക്ലോയിസ്റ്റർ മോങ്സിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഹൃദയഭാഗമായിരുന്നു. ഇവിടെ അവർ ശാന്തമായി നടക്കും, ധ്യാനം ചെയ്യും, പ്രാർത്ഥിക്കും, വായിക്കും, പഠിക്കും. ഇത് ലോകത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് വേർപെട്ട ഒരു ശാന്തതയുടെ ഇടമായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഇന്നും ഒരു പ്രത്യേക സമാധാനം അനുഭവിക്കാൻ കഴിയും. നോർവിച്ച് ക്ലോയിസ്റ്ററിലെ ഏറ്റവും അത്ഭുതകരമായ ഭാഗം മേൽക്കൂരയാണ്. ഇവിടെ 1000-ലധികം സ്റ്റോൺ ബോസസ് ഉണ്ട്. ബോസ് എന്ന് പറയുന്നത് മേൽക്കൂരയിലെ ചെറിയ കല്ല് ശില്പങ്ങളാണ്. അവയിൽ ബൈബിൾ കഥകൾ, ക്രിസ്തുവിൻ്റെ ജീവിത രംഗങ്ങൾ, വിശുദ്ധരുടെ ചിത്രങ്ങൾ, മൃഗങ്ങൾ, രാജാക്കന്മാർ, ചിലപ്പോൾ തമാശയായ രൂപങ്ങൾ പോലും കാണാൻ സാധിക്കും. ഇവ മധ്യകാല കലയുടെ വലിയ ഉദാഹരണമാണ്. ചില ബോസസ് യുദ്ധരംഗങ്ങൾ വരെ കാണിക്കുന്നു. ഇത് മിഡീവൽ സമൂഹത്തിൻ്റെ ജീവിതം എങ്ങനെ ആയിരുന്നു എന്ന് കാണിക്കുന്നു. 1272 തീപിടുത്തം കത്തീഡ്രലിനെ ബാധിച്ചു. പിന്നീട് ക്ലോയിസ്റ്റർ ഗോതിക് രീതിയിൽ പുനർനിർമ്മിച്ചു. ബ്ലാക്ക് ഡെത്ത് കാലത്ത് പല മോങ്സും മരിച്ചു. അവരുടെ അവസാന നടപ്പുകൾ ഈ ക്ലോയിസ്റ്റർ വഴിയായിരുന്നു. റീഫോർമേഷൻ സമയത്ത് മോണസ്ട്രി ഇവിടെ നിന്നും നീക്കം ചെയ്തു. മോങ്സും ഇവിടെ നിന്ന് നീക്കപ്പെട്ടു. എങ്കിലും ക്ലോയിസ്റ്റർ നിലനിന്നു. ഇന്ന് നോർവിച്ച് കത്തീഡ്രൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാണ്. ഇത് ഇപ്പോഴും സജീവമായ ഒരു ആരാധനാലയമാണ്. ഇവിടെ സംഗീത പരിപാടികൾ, കലാപ്രദർശനങ്ങൾ, സമൂഹ പരിപാടികൾ എന്നിവയും നടക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും സന്ദർശകർ ഇവിടെ എത്തുന്നു. ഇത്രയും സമയം നമ്മൾ ഈ കത്തീഡ്രലിനുള്ളിൽ നടന്നും കണ്ടും കേട്ടും കഴിഞ്ഞു. പക്ഷേ സത്യമായി പറഞ്ഞാൽ നോർവിച്ച് കത്തീഡ്രലിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ 10 മിനിറ്റ് മതിയെന്ന് തോന്നുന്നില്ല. 1096 പണിയാൻ തുടങ്ങിയ ഒരു കെട്ടിടം ഇന്ന് 900 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുകയാണ്. ചിന്തിച്ചാലോ, ഈ മതിലുകൾക്ക് മുന്നിൽ എത്ര തലമുറകൾ നിന്നിരിക്കാം, എത്ര ആളുകൾ ഇവിടെ പ്രാർത്ഥിച്ചിരിക്കാം, എത്ര പേർ ഇവിടെ സന്തോഷത്തോടെ വന്നിരിക്കും, എത്ര പേർ ദുഃഖത്തോടെ വന്നിരിക്കും. ഇതൊരു റോമൻ കത്തോലിക് കത്തീഡ്രലായി തുടങ്ങി. റിലിക്സ് സൂക്ഷിച്ചിരുന്ന സ്ഥലം, സ്വർണ്ണ അലങ്കാരങ്ങൾ നിറഞ്ഞ അൾത്താര, പിന്നീട് ഒരു രാജാവിൻ്റെ തീരുമാനം, ഹെൻറി 8 തീരുമാനം, ഇവിടെ നിന്നുള്ള എല്ലാം മാറ്റി. ചിത്രങ്ങൾ മായ്ച്ചു, മോങ്സ് ഇല്ലാതായി, മോണസ്ട്രി അവസാനിച്ചു. പക്ഷേ ഈ കെട്ടിടം പോയില്ല. ബ്ലാക്ക് ഡെത്ത് വന്നപ്പോൾ ആളുകൾ പേടിച്ചു. സിവിൽ വാർ വന്നപ്പോൾ നാശമുണ്ടായി. 2ാം ലോക മഹായുദ്ധവും ബോംബാക്രമണവും ഇത് കണ്ടു. എങ്കിലും ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ചരിത്രം എത്ര വലിയ ആഘാതം നൽകിയാലും ചില കാര്യങ്ങൾ നിലനിൽക്കും. നോർവിച്ച് കത്തീഡ്രൽ ഒരു പെർഫെക്റ്റ് ബിൽഡിംഗ് അല്ല. ഇത് മാറ്റങ്ങളാൽ നിറഞ്ഞൊരു കെട്ടിടമാണ്. നോർമൻ ആർക്കിടെക്ചർ, ഗോതിക് സീലിംഗ്, വിക്ടോറിയൻ റീസ്റ്റോറേഷൻ, മോഡേൺ സ്റ്റെയിൻഡ് ഗ്ലാസ്, ഓരോ കാലഘട്ടവും ഇതിൽ തൻ്റെ അടയാളം വച്ചിട്ടുണ്ട്. അതിനാലാണ് ഇത് മനോഹരം. ഇന്നും ഇവിടെ പ്രാർത്ഥന നടക്കുന്നു. ഇവിടെ ഇന്നും സംഗീതം മുഴങ്ങുന്നു. ഇവിടെ ഇന്നും ആളുകൾ ശാന്തത തേടി വരുന്നു. നമ്മൾ ഇവിടെ ചില നിമിഷങ്ങൾ മാത്രം ചിലവഴിച്ചു. പക്ഷേ ഈ കത്തീഡ്രൽ നമ്മേക്കാൾ ദൈർഘ്യമേറിയ ജീവിതം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നോർവിച്ച് കത്തീഡ്രൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം ചെറുതാണ്. പക്ഷേ നമ്മൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ, വിശ്വാസം, കല, ശില്പകല, അവ നൂറ്റാണ്ടുകളായി നിലനിൽക്കാം. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു കെട്ടിടം
മാത്രമായിട്ടല്ല, ഒരു കാലഘട്ടം അനുഭവിച്ച പ്രതീതിയാണ്. 900 വർഷങ്ങളുടെ കഥകളുടെ നടുവിൽ നമുക്ക് കുറച്ച് നിമിഷങ്ങൾ ചിലവഴിക്കാനായി. അതുകൊണ്ട് നോർവിച്ച് കത്തീഡ്രൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ഇത് സമയത്തിൻ്റെ ഒരു ശാന്ത സാക്ഷിയാണ്. ഇന്ന് ഈ യാത്ര നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരം ചരിത്രയാത്രകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.